നമ്മൾ സെല്ലിൻ്റെ ഫീച്ചേഴ്സൊക്കെ പഠിക്കുകയായിരുന്നു. അതിൽ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനാണ് സെല്ലിനെ ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും പുറത്തുള്ള ഒരു സ്ഥലം എന്ന് മനസ്സിലാക്കി. അപ്പോൾ എല്ലാ സെല്ലിലും ഈ പ്ലാസ്മ മെംബ്രെയിൻ തന്നെയാണോ പുറത്തുള്ളത്? ഞാനിവിടെ ആദ്യം വരച്ചിരിക്കുന്നത് ഒരു ആനിമൽ സെല്ലാണ്. ഈ ആനിമൽ സെല്ലിൻ്റെ ഔട്ടർ കവറിങ് ഒരു സെൽ മെംബ്രെയിനാണ്. ഞാൻ രണ്ടാമത് വരച്ചിരിക്കുന്നത് ഒരു പ്ലാന്റ് സെല്ലാണ്. ഈ ഒരു പ്ലാന്റ് സെല്ലിൻ്റെ ഔട്ടർ കവറിങ് സെൽ മെംബ്രെയിൻ ഉണ്ട്, പക്ഷേ അതുകൂടാതെ അതിൻ്റെ പുറത്തായിട്ട് ഒരു കവറിങ്ങും കൂടി ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് സെല്ലിൽ സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരത്തിന് പുറമേ മറ്റൊരു കവറിങ് കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് സെൽ വോൾ. സെൽ വോൾ എന്നാൽ കോശഭിത്തി. അപ്പോൾ കോശസ്തരം കൂടാതെ കോശഭിത്തി കൂടി പ്ലാന്റ് സെൽസിലുണ്ട്. ഇനി ആനിമൽ സെൽസിന് ഇല്ല, പക്ഷേ എന്തിനാ പ്ലാന്റ് സെല്ലിന് ഇങ്ങനെ ഒരു കോശഭിത്തി? കാരണം ഈ ആനിമൽസും പ്ലാന്റ്സും മൂവ് ചെയ്യുന്നുണ്ട്, കാരണം അവ ജീവനുള്ള വസ്തുക്കളാണ്. പക്ഷേ ഈ മൂവ്മെൻറ്റിന് ഒരു ഡിഫറൻസ് ഉണ്ട്. പ്ലാന്റിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള മൂവ്മെൻറ്റാണ്. അതിന് ഇലകൾ അനക്കാൻ പറ്റും, കാറ്റത്ത് ഇങ്ങനെ ചായഞ്ഞ് വരാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ വളച്ച് അതൊരു മാമ്പഴം പൊട്ടിച്ചിട്ട് അത് തിരിച്ച് വിടുമ്പോൾ അത് തിരിച്ച് വീണ്ടും ഫ്ലെക്സിബിളായിട്ട് തിരിച്ച് പോകുന്നുണ്ട്. അങ്ങനെയുള്ള മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള മൂവ്മെൻ്റ് അല്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോയി നിൽക്കാൻ ആ പ്ലാന്റ്സിന് പറ്റില്ല. അതേസമയം ആനിമൽസിന് അങ്ങനെയല്ല. അവർക്ക് മൂവ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും, അല്ലേ? അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ലോക്കോമോഷൻ. ഈ ലോക്കോമോഷൻ എന്ന് പറയുന്ന ഒരുതരം മൂവ്മെൻ്റാണ്. അത് ആനിമൽസിനെ പറ്റുള്ളൂ. അപ്പോൾ ഒരേ സ്ഥലത്ത് നിൽക്കുന്ന പ്ലാന്റ് വർഷങ്ങളോളം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിന് സ്കെൽറ്റൽ സിസ്റ്റം ഉണ്ടോ സപ്പോർട്ട് ചെയ്യാൻ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഓരോ സെല്ലും റിജിഡായിരുന്നാൽ മാത്രമേ അതിന് മൊത്തത്തിൽ ഒരു സപ്പോർട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ പ്ലാന്റ് സെൽസിന് ദൈവം സെൽ വോൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ സെൽ വോൾ എന്ന് പറയുന്നത് എന്താണ്? സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് കൊണ്ടാണ്. ഇനി പ്ലാന്റ്സിന് മാത്രമേ ഉള്ളൂ സെൽ വോള്? അല്ല. പ്ലാന്റ്സ് കൂടാതെ ബാക്ടീരിയയിൽ നമുക്ക് സെൽ വോള് കാണാൻ പറ്റും, ഫംഗസിലും സെൽ വോള് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്, പക്ഷേ ബാക്ടീരിയയിലും ഫംഗസിലും മറ്റ് കെമിക്കൽ സ്ട്രക്ചേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സെൽ വോൾ അഥവാ കോശഭിത്തിയുടെ കുറച്ച് ഫങ്ഷൻസ് നോക്കിയാലോ? ഈ സെൽ വോൾ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് സെല്ലിൻ്റെ റിജിഡ് കവറിംഗ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എൻവയൺമെൻറ്റിൽ നിന്നുള്ള സ്ട്രെസ്സായ കാറ്റ്, മഴ, ഇതിൽ നിന്നൊക്കെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫേം കവറിംഗ് ആണ് ഈ സെൽ വോൾ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഫ്ലവേഴ്സ്, ലീവ്സ് ഒക്കെ ഫേം ആയിട്ട് നിൽക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഈ സെൽ വോളിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. പിന്നെ സെല്ലിനൊരു ഷേപ്പ് കൊടുക്കാനും ഈ സെൽ വോൾ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ മെക്കാനിക്കൽ സപ്പോർട്ട്. സ്കെലറ്റൽ സിസ്റ്റം ഒന്നും ഇല്ലാത്തൊരു പ്ലാന്റ് അപ്രൈറ്റായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സെൽ വോൾ ഉള്ളത് കൊണ്ടാണ്. പിന്നെ സെൽ വോള് പെർമിയബിൾ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരത്തിൻ്റെ സ്ട്രക്ചറും ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു സെൽ മെംബ്രെയിൻ എന്താണ്? ഒരു സിലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ഈ പെർമിയബിലിറ്റിയെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. സിലക്റ്റീവ്ലി പെർമിയബിൾ ആയുള്ള കോശസ്തരമാണെങ്കിൽ കോശഭിത്തി എങ്ങനെയാണ്? പെർമിയബിളാണ്. അതിന് സെലക്ഷൻ ഒന്നുമില്ല, എല്ലാ വസ്തുക്കളെയും അതിലൂടെ കടത്തിവിടും. അപ്പോൾ വാട്ടറും അതിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസും എല്ലാം ഒന്നിച്ച് അതിൽ കൂടി കടന്നു പോകാറാണ് പതിവ്. അപ്പോൾ ഇത് നമുക്ക് പ്ലാന്റിൻ്റെ റൂട്ടിന് മണ്ണിൽ നിന്ന് വെള്ളവും മിനറൽസും അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ കോശഭിത്തിയുടെ ഒരു ഫംഗ്ഷനായിട്ട് കണക്കാക്കാം. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു സെല്ലുലോസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അപ്പോൾ എന്താണ് സെല്ലുലോസ്? സെല്ലുലോസ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഒരു തരം ഷുഗർ. നമുക്കറിയാം ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഷുഗർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ പല ഗ്ലൂക്കോസ് മോളിക്യൂൾ ചേർന്നിട്ടുള്ള ഒരു ചെയിനാണ് നമ്മുടെ സെല്ലുലോസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എൻസൈമോ ഒരു സിസ്റ്റമോ ഒന്നും നമുക്കില്ല. അപ്പോൾ ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൽ റഫേജ് അഥവാ ഫൈബർ ആയിട്ടാണ് നാരുകൾ അടങ്ങിയ ഭക്ഷണം നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന നമുക്കറിയാം, അല്ലേ? അപ്പോൾ ധാരാളം ഇലക്കറികളൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഫൈബർ കിട്ടുന്നുണ്ട്. ഈ ഫൈബർ എന്താണ്? നമ്മുടെ ഈ സെല്ലിൻ്റെ കോശഭിത്തിയായ സെല്ലുലോസ് തന്നെയാണ് ഫൈബറായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ആനിമൽ സെല്ലിന് സെൽ വോൾ ഇല്ല നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ടർ കവറിംഗ് എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പറയൂ. പ്രോട്ടീനും ലിപ്പിഡും. അതുകൊണ്ട് തന്നെ അത് വളരെ ഫ്ലെക്സിബിളാണ്. ഈ ഫ്ലെക്സിബിലിറ്റി അതിൻ്റെ പല ഫങ്ഷൻസിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സെൽ വോൾ എന്താണെന്ന് പഠിച്ചു, സെൽ വോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പഠിച്ചു, പ്ലാന്റ് സെൽസ് കൂടാതെ ബാക്ടീരിയയിലും ഫംഗയിലും സെൽ വോൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. നമ്മൾ സെൽ വോളിൻ്റെ
ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ സെൽ വോളിനെ കുറിച്ച് പഠിക്കേണ്ടത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് എ പ്ലാന്റ് സെൽ നീഡ് എ റിജിഡ് സെൽ വോൾ വൈൽ ആനിമൽ സെൽ ഡസ് നോട്ട്? അപ്പം നമുക്കറിയാം പ്ലാന്റ് സെൽസ് എന്ന് പറയുന്നത് അതിന് ഒരു സ്ഥലത്ത് തന്നെ തുടരാനേ കഴിയുള്ളൂ. അത് സ്റ്റേഷനറിയാണ്. അതിനൊരു സ്ഥലത്ത് നിന്ന് ഓടി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. എപ്പോഴാണ്? ഹാഷ് വെതർ, അതായത് റെയിനി സീസൺ അല്ലെങ്കിൽ വിൻഡ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഓസ്മോട്ടിക് ചേഞ്ചസ് ഉണ്ടാകുമ്പോഴൊന്നും അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ട് അതിന് കൂടുതൽ മെക്കാനിക്കൽ സപ്പോർട്ട് ആവശ്യമാണ്. അത് സെൽ വോൾ നൽകുന്നുണ്ട്. അതേസമയം ആനിമൽ സെൽസ് മൂവ് ചെയ്ത് അല്ലെങ്കിൽ ലോക്കോമോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് പിന്നെ സെല്ലുലാർ ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. ഷേപ്പ് ചേഞ്ച് ചെയ്യാനും സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യാനും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനും. അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് വുഡ് ഹാപ്പൻ ടു എ പ്ലാന്റ് സെൽ ഇഫ് ഇറ്റ് സെൽ വോൾ ബിക്കെയിം ആസ് ഫ്ലെക്സിബിൾ ആസ് ഇറ്റ് സെൽ മെംബ്രെയിൻ? നമുക്കറിയാം സെൽ വോൾ ഹാർഡാണ്, സെൽ മെംബ്രെയിൻ വളരെ ഫ്ലെക്സിബിൾ ആണെന്ന്. പക്ഷേ സെൽ വോളും ഫ്ലെക്സിബിളായി എന്ത് സംഭവിക്കും? സെല്ലിന് ഒരു ഫിക്സ്ഡ് അല്ലെങ്കിൽ ഒരു റിജിഡ് ഷേപ്പ് ഉണ്ടാവില്ല. ആൻഡ് സെല്ലിന് ഹെവി ഇൻറ്റേർണൽ പ്രഷർ, വെള്ളമൊക്കെ അകത്തേക്ക് വരുമ്പോൾ അത് ടെർഗർ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയാതെ വരും. പിന്നെ പ്ലെയിൻ വാട്ടറിൽ വയ്ക്കുമ്പോൾ സെല്ല് സ്വാഭാവികമായിട്ട് വെള്ളം അകത്തേക്ക് അബ്സോർബ് ചെയ്യും, അല്ലേ? എൻഡോസ്മോസിസ്. അപ്പോൾ എന്ത് പറ്റും? ഈ ഫ്ലെക്സിബിൾ മെംബ്രെയിൻ ആണെങ്കിൽ സെല്ല് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ആ ഔട്ടർ ബാരിയർ ബ്രേക്കേജിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്.